കാറ്റത്തെ കിളിക്കൂടിന്റെ ഇന്നത്തെ എപ്പിസോഡിലേക്ക് എല്ലാവർക്കും സ്വാഗതം. ഹരീഷും സുധീഷും നീതുവിന്റെ വീട്ടിൽ പോയി വഴക്കുണ്ടാക്കുന്നുണ്ട്. നിങ്ങൾ എന്താടാ വഴക്കുണ്ടാക്കാൻ വന്നതാണോ എന്ന് നീതുവിന്റെ ചേട്ടൻ ചോദിക്കുമ്പോൾ, അതേടാ, എന്നോട് എന്തെങ്കിലും പറയാനുണ്ടെങ്കിൽ ഞാൻ ഇരിക്കുന്നിടത്ത് വന്ന് പറയണം, അല്ലാതെ ഞാനില്ലാത്ത സമയം നോക്കി വീട്ടിൽ ചെന്ന് വീരവാദം മുഴക്കല്ല വേണ്ടത് എന്ന് ഹരീഷ് പറയുമ്പോൾ, എന്റെ മോളുമായിട്ടുള്ള സകല ബന്ധവും അവസാനിപ്പിക്കാൻ ഞാൻ നിന്റെ കടയിൽ വന്ന് പറഞ്ഞതല്ലേടാ, എന്നിട്ടും അത് അവസാനിപ്പിക്കാനുള്ള ഭാവം നിനക്കില്ല. അത് നോക്കി ഞാൻ മിണ്ടാതിരിക്കാനോ വേണ്ടത് എന്ന് നീതുവിന്റെ അച്ഛനും ചോദിക്കുന്നുണ്ട്. ദേ നോക്ക്, എന്റെ മോളുമായി നീ സംസാരിക്കുന്നതും ഇടപെടുന്നതും അവന് ഇഷ്ടമല്ല. അത് പറയാനുള്ള അവകാശം അവനുണ്ട്. അതുകൊണ്ടാ അവൻ നിന്റെ വീട്ടിൽ വന്ന് അങ്ങനെയൊക്കെ പറഞ്ഞത്. അതിന് നീ ഞങ്ങളോട് വഴക്കുണ്ടാക്കാൻ വരികയാണോ ചെയ്യുന്നത് എന്ന് നീതുവിന്റെ അമ്മയും ചോദിക്കാണ്. അത് കേട്ട് ഹരീഷും അമ്മയുടെ അടുത്തേക്ക് ചെന്ന്, ഒരു കാര്യം ഞാൻ പറയാം, നിങ്ങളുടെ മകൾക്ക് എന്നെ ഇഷ്ടമാണ്, എനിക്കും അവളെ ഇഷ്ടമാണ്. അതുകൊണ്ട് തന്നെ ഇനിയും ഞങ്ങൾ കാണുകയും ചെയ്യും. അല്ലെങ്കിൽ പിന്നെ എന്നെ ഇഷ്ടമല്ലാന്ന് അവൾ പറയട്ടെ, അപ്പോൾ ഞാൻ സംസാരിക്കുന്നത് നിർത്താം എന്ന് ഹരീഷ് പറയുമ്പോഴേക്കും, ഹരീഷേ, എനിക്ക് നിന്നെ ഒരുപാട് ഇഷ്ടാ, അല്ലാന്ന് ഞാൻ ഒരിക്കലും പറയില്ല എന്നും നീതുവും സന്തോഷത്തോടെ അവനോടായി പറയുന്നുണ്ട്. അത് കേട്ട് അവളുടെ ചേട്ടനും തല്ലി തല പൊളിക്കും ഞാൻ എന്ന് നീതുവിനോടായി പറഞ്ഞുകൊണ്ട് ഹരീഷിനെ നോക്കി, എടാ, എല്ലാ കാലവും നീ ഇങ്ങനെ ഇവളെ മയക്കി വെക്കാന്നൊന്നും കരുതണ്ട എന്ന് ഹരീഷിനോടായി പറയുന്നുണ്ട്. ഒന്ന് പോടാപ്പാ, ഞാൻ നിന്റെ വീട്ടിലേക്ക് വന്നിട്ടൊന്നല്ലല്ലോ നിന്റെ അനിയത്തിയെ ഇഷ്ടമാണെന്ന് പറഞ്ഞത്. അവൾ എന്റെ ഷോപ്പിലേക്ക് വന്ന് എന്നോടാ പറഞ്ഞത് ഇഷ്ടമാണെന്ന്. ഒരു പെണ്ണ് വന്ന് ഇഷ്ടമാണെന്ന് പറഞ്ഞാൽ കാണാൻ കൊള്ളാവുന്ന ഏതെങ്കിലും ഒരു ചെറുക്കൻ നോ എന്ന് പറയോടാ കഴുതേ എന്ന് ഹരീഷ് ചോദിക്കുമ്പോഴേക്കും സുധീഷും സന്തോഷത്തോടെ കൈയടിച്ചുകൊണ്ട് അത് കലക്കി എന്ന് പറയുമ്പോഴേക്കും നീതുവിന്റെ അച്ഛനും ദേഷ്യത്തോടെ അവന്റെ അടുത്തേക്ക് വന്ന്, എടാ, അവന് സ്വന്തക്കാരും ബന്ധുക്കളൊക്കെ ഉണ്ട്, ഒരു വാക്ക് വിളിച്ചു പറഞ്ഞാലുണ്ടല്ലോ നീയൊന്നും നേരെ ഇവിടുന്ന് പോയില്ല എന്ന് പറയുമ്പോഴേക്കും, ഓഹോ, എന്നാ ഇപ്പൊ തന്നെ വിളിച്ചു പറ, എല്ലാരും വരട്ടെ, ഇപ്പൊ തന്നെ മീറ്റിംഗ് കൂടി നമുക്കതങ്ങ് തീരുമാനമാക്കാം. സ്വന്തക്കാരോ ബന്ധുക്കളോ ആരാന്ന് വെച്ചാൽ വിളിക്കടാ എന്ന് സുധീഷ് ദേഷ്യത്തോടെ അഖിലിനോടായി പറയുന്നുണ്ട്. അഖിലും അച്ഛനെ നോക്കിക്കൊണ്ട്, അച്ഛാ, ഇവന്മാർക്ക് വേണ്ടി ഇനി പുറത്തുനിന്നൊക്കെ ആളെ വിളിക്കണോ എന്നും പറഞ്ഞുകൊണ്ട് ഹരീഷിനോടായി, ഹരീഷേ, ഞാൻ നിന്നോട് അവസാനമായിട്ട് പറയാം, ഇനി നീ എന്റെ പെങ്ങളെ കാണാനോ മിണ്ടാനോ പാടില്ല എന്ന് പറയുമ്പോഴേക്കും, അതല്ലേടാ മുന്നേ ഞാൻ നിന്നോട് നേരത്തെ പറഞ്ഞേ, നിന്റെ അനിയത്തി എന്താന്ന് വെച്ചാൽ പറയട്ടെ എന്ന്, അത് കഴിഞ്ഞ് ഞാൻ തീരുമാനിക്കാം എന്ന് ഹരീഷ് പറയുമ്പോഴേക്കും, അത് പള്ളിയിൽ പോയി പറഞ്ഞാൽ മതി, ഞാൻ എന്തായാലും പറയില്ല എന്ന് നീതുവും പറയുന്നുണ്ട്. അത് കേട്ട് അഖിൽ ദേഷ്യത്തോടെ നീതുവിനെ തല്ലാൻ പോകുമ്പോഴേക്കും ഹരീഷ് അവനെ തടഞ്ഞുകൊണ്ട്, തൊട്ടു പോയത്, എന്റെ മുന്നിൽ വെച്ചെങ്ങാനും നീ അവളെ തല്ലിയാലുണ്ടല്ലോ ആ തല ഞാൻ തല്ലിപ്പൊളിക്കും എന്ന് ഹരീഷ് പറയുമ്പോഴേക്കും, കൈയും കാലും ഞാനും എന്ന് സുധീഷും പറയുന്നുണ്ട്. സുധീഷും അഖിലിന്റെ അടുത്തേക്ക് ചെന്ന് അവന്റെ തോളിലൂടെ കൈയിട്ടുകൊണ്ട്, എടാ, നീ അവിടെ വന്ന് എന്റെ വീടിനെ പറ്റി കുറെ വാചകം അടിച്ചല്ലോ, ഇതെന്താ, ഈ വീട്ടിലല്ലേ നീ കഴിയുന്നത്, ഇത് കൊട്ടാരാണോ, വാടകയ്ക്ക് തന്നെയല്ലേ താമസിക്കുന്നത്, എടാ, വാടകയ്ക്ക് താമസിക്കുന്നതിൽ ഒരു തെറ്റുമില്ല, പക്ഷേ ഇങ്ങനൊരു വീട്ടിലിരുന്നു കൊണ്ട് അവിടെ വന്ന് അമ്മാതിരി ഡയലോഗൊന്നും അടിക്കാൻ പാടില്ല കേട്ടോ. പഴയതാണെങ്കിലും സ്വന്തമായ ഒരു വീടുള്ള ചെറുക്കനല്ലേടാ നിന്റെ പെങ്ങളെ സ്നേഹിക്കുന്നത്, അതിന് ഈ വാടക വീട്ടിൽ കഴിയുന്ന നീ ഇങ്ങനെ എതിർപ്പ് കാണിച്ചാലോ എന്നൊക്കെ സുധീഷ് ചോദിക്കുമ്പോഴേക്കും അത് ഇഷ്ടപ്പെടാതെ നീതുവും ഹരീഷിനോടായി, ഹരീഷേ, നിന്റെ ചേട്ടനോടും മതിയെന്ന് പറ, നീതുവിന്റെ അമ്മയും അവളുടെ അടുത്തേക്ക് വന്ന്, കേട്ടല്ലോ, ഈ വീടിനെ പരിഹസിക്കുന്നവൻ നാളെ ഈ വീട്ടിൽ നിന്നല്ലേ നീയും വന്നത് എന്ന് പറഞ്ഞ് നിന്നെയും പരിഹസിക്കും എന്ന് പറയുമ്പോഴേക്കും ഹരീഷും അവരോടായി, എന്റെ വീട്ടിൽ വന്ന് നിങ്ങളുടെ ചെറുക്കൻ കുറെ പറഞ്ഞതല്ലേ, സുധീഷ് ചേട്ടനും കുറച്ചങ്ങോട്ട് പറയട്ടെ എന്ന് പറയുമ്പോഴേക്കും നീതുവിന്റെ അച്ഛനും അങ്ങോട്ട് വന്ന്, ഡാ ചെറുക്ക, നാവാടാതെ പോകാൻ നോക്ക് എന്ന് പറയുമ്പോഴേക്കും, അച്ഛാ, ഇവരോടൊന്നും ഇനി നാവുകൊണ്ടല്ല സംസാരിക്കേണ്ടത്, എന്താ ചെയ്യേണ്ടത് എനിക്കറിയാം എന്നും പറഞ്ഞ് അഖിൽ അവരുടെ അടുത്തേക്ക് ചെല്ലുമ്പോഴേക്കും സുധീഷ് അവനെ ചുമരിലേക്ക് തള്ളി കഴുത്തിന് പിടിച്ചുകൊണ്ട്, സംസാരിക്കുമ്പോൾ തല്ലാൻ വരലെന്ന് നേരത്തെ പറഞ്ഞതല്ലേടാ എന്ന് ചോദിക്കുന്നുണ്ട്. അത് കണ്ട് നീതുവിന്റെ അമ്മയും, ഇപ്പൊ കാണുന്നില്ലടി വീട്ടിൽ കയറി വന്ന് പോക്രിത്തരം കാണിക്കുന്നത് എന്ന് നീതുവിനോടായി പറയുമ്പോഴേക്കും, മതി സുധീഷെ, ഇങ്ങനെയൊന്നും വഴക്കുണ്ടാക്കാതെ പോകാൻ നോക്ക്, പിടിച്ചുകൊണ്ട് പോകാൻ നോക്ക് എന്ന് നീതു പറയുന്നത് കേട്ട് അഖിലിന്റെ കഴുത്തിലെ പിടിവിട്ടുകൊണ്ട് ഹരീഷിനെ വിളിച്ചുകൊണ്ട് സുധീഷ് ആ വീട്ടിൽ നിന്ന് ഇറങ്ങി പോകുന്നുണ്ട്. പിന്നീട് രണ്ടുപേരും റോഡിലൂടെ നടന്നു പോകുമ്പോഴേക്കും, നമ്മൾ പറഞ്ഞത് ഇത്തിരി കൂടിപ്പോയോ എന്ന് ഹരീഷ് ചോദിക്കുന്നുണ്ട്. ഏയ്, അവർ നമ്മുടെ വീട്ടിൽ വന്ന് എന്തൊക്കെ പറഞ്ഞതാ, ഇത്രയെങ്കിലും തിരിച്ചു പറഞ്ഞില്ലെങ്കിൽ അത് കുറഞ്ഞു പോവേ എന്ന് സുധീഷ് പറയുമ്പോൾ, അതല്ല, ആ വാടക വീടിന്റെ കാര്യം പറയണ്ടായിരുന്നു, അതുവരെ തെളിഞ്ഞു നിന്ന അവളുടെ മുഖം അത് കേട്ടപ്പോഴാകെ മങ്ങിപ്പോയത് എന്ന് ഹരീഷ് പറയുമ്പോൾ, ഓഹോ, അപ്പൊ നീ അവളുടെ മുഖത്തിന്റെ തെളിച്ചവും നോക്കി നിൽക്കായിരുന്നു അമ്പടക്കേമ എന്ന് സുധീഷ് പറയുന്നത് കേട്ട്, അതല്ല, നമ്മൾ പറഞ്ഞത് അവർക്ക് ഇത്തിരി ഇൻസൾട്ടിങ് ആയെന്നൊരു സംശയം എന്നവൻ പറയുമ്പോൾ, അവർ നമ്മുടെ വീട്ടിൽ വന്ന് പറഞ്ഞത് വെച്ച് നോക്കുമ്പോൾ ഒന്നും ആയിട്ടില്ലടാ എന്ന് സുധീഷും പറയുന്നുണ്ട്. അപ്പൊ കുഴപ്പമില്ല അല്ലേ എന്ന് ഹരീഷ് ചോദിക്കുമ്പോൾ, ഏയ്, ഒരു കുഴപ്പമില്ല എന്ന് പറഞ്ഞുകൊണ്ട് ഹരീഷിനെ വിളിച്ചുകൊണ്ട് വീട്ടിലേക്ക് നടന്ന് നീങ്ങുന്നുണ്ട് സുധീഷ്. അവിടെ വീടിന്റെ പിന്നമ്പുറത്തെ ടെൻഷനോടെ ഇരിക്കുകയാണ് നീതു. അപ്പോഴേക്കും അവളുടെ അച്ഛനും അമ്മയും ചേട്ടനും അങ്ങോട്ട് വരുന്നുണ്ട്. ഡി, വന്നിട്ട് പറഞ്ഞിട്ട് പോയത് കേട്ടില്ലേ, എല്ലാത്തിനും കാരണം നീയാ എന്ന് അഖിൽ പറയുമ്പോൾ, എല്ലാവരുടെയും മുന്നിൽ വെച്ച് നീ അവരെ സപ്പോർട്ട് ചെയ്തില്ലേ, ഈ വീടിനെ നിന്നെയും കുറിച്ച് അവരുടെ മനസ്സിലിരിപ്പ് എന്താണെന്ന് നീ ഇപ്പോൾ കേട്ടില്ലേ എന്നമ്മ പറയുന്നത് കേട്ട്, അതിന് എന്നെ ഒന്നും പറഞ്ഞില്ലല്ലോ എന്ന് നീതുവും ചോദിക്കുന്നുണ്ട്.
ഗതികെട്ടവർ താമസിക്കുന്ന വാടക വീട് എന്ന് പറഞ്ഞാൽ അവിടെ നിന്നും വരുന്ന നീയും ഗതികെട്ടവളാണെന്ന് അർത്ഥം എന്ന് അച്ഛൻ പറയുന്നത് കേട്ട് ഇങ്ങനെയുള്ള മനസ്സുള്ളവരുടെ വീട്ടിൽ കയറി ചെന്ന് അവിടെ നിനക്ക് എന്തെങ്കിലും ഒരു സമാധാനം ഉണ്ടാവോ എന്ന് അമ്മയും ചോദിക്കാണ്. ഇത്രയും കാലം ഞാൻ നിന്നെ പറഞ്ഞു മനസ്സിലാക്കാൻ നോക്കി, നിനക്ക് മനസ്സിലായില്ല. ഇപ്പോൾ അവരുടെ തനി സ്വഭാവം നേരിട്ട് കണ്ടല്ലോ. ഇന്ന് നിന്റെ മുന്നിൽ വെച്ച് നിന്റെ ചേട്ടനെ അവർ തല്ലി, നാളെ എല്ലാവരുടെയും മുന്നിൽ വെച്ച് എന്റെ നേരെയായിരിക്കും കൈവയ്ക്കുന്നത്. അങ്ങനെ ഒരു ചീത്തപ്പേരും കൂടിയേ നീ ഇനി എനിക്ക് വാങ്ങിത്തരാനുള്ളൂ എന്ന് അച്ഛൻ പറയുന്നത് കേട്ട് നീതുവും ദേഷ്യത്തോടെ അകത്തേക്ക് കയറി പോകുന്നുണ്ട്. അവിടെ വീട്ടിൽ അടുക്കളയിൽ സവാള അരിയുന്നുണ്ട് നിധി. തൊട്ടടുത്ത് നികേഷും അവളോട് സംസാരിച്ചിരിപ്പാണ്. അപ്പോഴേക്കും സുധീഷും ഹരീഷും സംസാരിച്ചുകൊണ്ട് അങ്ങോട്ട് കയറി വരുന്നുണ്ട്. നിധിയെ കണ്ട് സുധീഷ് നിധി സവാള അരിയാണോ എന്ന് ചോദിക്കുമ്പോൾ നിധി ഒന്നും മിണ്ടാതെ നിൽക്കുന്നത് കണ്ട് നികേഷും അല്ല, ഞങ്ങൾ രണ്ടുപേരും കൂടി ചെസ് കളിച്ചുകൊണ്ടിരിക്കുക എന്ന് സുധീഷിനെ കളിയാക്കിക്കൊണ്ട് പറയാണ്. ഏടത്തിയെ രാജാവിനെ രക്ഷിക്കാൻ വേണ്ടി വഴി ആലോചിച്ചുകൊണ്ടിരിക്കുക കണ്ടില്ലേ എന്ന് നികേഷ് ചോദിക്കുന്നത് കേട്ട് നിധിക്കും ചെറിയൊരു ചിരി വരുന്നുണ്ട്. ഓ കോമഡി കോമഡി എന്ന് ഹരീഷിനോടായി പറഞ്ഞുകൊണ്ട് അവർ രണ്ടുപേരും ചിരിച്ചുകൊണ്ട് നിൽക്കുമ്പോഴേക്കും സുഭാഷേട്ടൻ അങ്ങോട്ട് വരുന്നുണ്ട്. എങ്ങോട്ടാ രണ്ടുപേരും രാവിലെ തന്നെ പോയത് എന്ന് സുഭാഷ് ദേഷ്യത്തോടെ ചോദിക്കുമ്പോഴേക്കും അതൊന്നുമില്ല സുഭാഷ് ഏട്ടാ, വെറുതെ ഒരു വാക്കിങ്ങിന് പോയതാ എന്ന് സുധീഷ് പറയുന്നത് കേട്ട് വാക്കിങ്ങിനോ അതെന്തിനാ എന്ന് സുഭാഷ് ഏട്ടനും ചോദിക്കുന്നുണ്ട്. കണ്ടില്ലേ ഇവന്റെ വയറൊക്കെ ചാടിയത്, അതൊക്കെ ഒന്ന് കുറക്കാൻ വേണ്ടി ഒന്ന് വാക്കിങ്ങിന് പോയതാ എന്ന് സുധീഷ് പറയുമ്പോൾ ഉറപ്പാണല്ലോ എന്ന് സുഭാഷ് ചോദിക്കുന്നത് കേട്ട് അതെ സുഭാഷ് ഏട്ടാ, വേറെ എന്ത് ചെയ്യാനാ, ഞങ്ങൾ എന്താ കൊച്ചു കുട്ടികളാണോ, ഞങ്ങളെ വിശ്വാസമില്ലേ എന്ന് സുധീഷ് ചോദിക്കുന്നത് കേട്ട് കൊച്ചു കുട്ടികളായിരുന്നെങ്കിൽ എനിക്കൊരു കുഴപ്പമില്ലായിരുന്നു, ഇതിപ്പോൾ ലോകത്തിലെ എല്ലാ വള്ളികളും പിടിക്കുന്ന നിങ്ങളായതുകൊണ്ടാണ് എനിക്ക് പേടി എന്ന് സുഭാഷേട്ടനും പറയുന്നുണ്ട്. അതൊന്നുമില്ല സുഭാഷേട്ടാ, സുഭാഷേട്ടൻ ചെന്ന് ചായ എടുത്തു വയ്ക്ക് എന്ന് സുധീഷ് പറയുന്നത് കേട്ട് ഉണ്ടാക്കി വെച്ചതൊക്കെ തണുത്തു, ഇനിയിപ്പോൾ വേറെ ഉണ്ടാക്കണം എന്ന് പറഞ്ഞ് സുഭാഷ് അവിടുന്ന് പോവുകയാണ്. അപ്പോഴാണ് കണ്ണു തുടച്ചുകൊണ്ട് ഉള്ളി അരിയുന്ന നിധിയെ സുധീഷ് കാണുന്നത്. സുധീഷ് അവളുടെ അടുത്തേക്ക് ഓടിച്ചെന്നുകൊണ്ട് അയ്യോ നിധി, ഉള്ളി അരിയുന്നത് കൊണ്ട് കണ്ണെരിയുന്നുണ്ടോ, താൻ ഞാൻ അരിഞ്ഞു തരാം എന്നും പറഞ്ഞ് കത്തി അവളുടെ കയ്യിൽ നിന്നും വാങ്ങിക്കുന്നുണ്ട്. അപ്പോഴേക്കും നീതുവിന്റെ വീട്ടിൽ ചെന്ന് എന്തായി സുഭാഷേട്ടാ എന്ന് നികേഷ് ചോദിക്കുമ്പോൾ സുധീഷും ഒരു സംശയത്തോടെ നിന്നോട് ആരാ ഇത് പറഞ്ഞത് എന്ന് ചോദിക്കുന്നുണ്ട്. അപ്പൊ രണ്ടുപേരും വാക്കിങ്ങിന് അങ്ങോട്ടാണല്ലേ പോയത് എന്ന് നികേഷ് ചോദിക്കുമ്പോൾ ഞങ്ങൾ എങ്ങോട്ടും പോയില്ല, അല്ല ഞങ്ങൾ അങ്ങോട്ടാ പോയതെന്ന് നിന്നോട് ആരാ പറഞ്ഞതെന്നാ ചോദിച്ചേ എന്ന് സുധീഷ് ചോദിക്കുമ്പോൾ അല്ല നിങ്ങൾ അങ്ങോട്ടാണോ പോയതെന്ന് എനിക്കൊരു സംശയം, അതുകൊണ്ട് ചോദിച്ചതാ എന്ന് നികേഷും പറയുന്നുണ്ട്. ഞങ്ങൾ എന്തിനാടാ അങ്ങോട്ട് പോകുന്നേ, നമുക്കൊരു വിലയും തരാത്തവരുടെ അടുത്തേക്ക് ഞങ്ങൾ എന്തിനാ പോകുന്നേ അല്ലേ എന്ന് ഹരീഷ് സുധീഷിനോടായി ചോദിക്കുമ്പോഴേക്കും കറക്റ്റ് എന്നും പറഞ്ഞുകൊണ്ട് സുധീഷ് വീണ്ടും ഉള്ളി അരിയാൻ തുടങ്ങുന്നുണ്ട്. മുറ്റത്ത് പാത്രം വായിച്ചു കൊണ്ടിരിക്കുകയാണ് ഭാസ്കരൻ. അപ്പോഴേക്കും അങ്ങോട്ടൊരു ഓട്ടോ വരുന്നത് കണ്ട് അയാൾ പാത്രം താഴ്ത്തി അങ്ങോട്ട് നോക്കുന്നുണ്ട്. മുറ്റത്ത് ഓട്ടോ വന്ന് നിൽക്കുന്ന ശബ്ദം കേട്ട് സുധീഷും കത്തി അവിടെ വെച്ചുകൊണ്ട് ആരാണാവോ എന്നും പറഞ്ഞ് പുറത്തേക്ക് ഇറങ്ങുമ്പോൾ മറ്റുള്ളവരും അവന്റെ കൂടെ പുറത്തേക്ക് വരുന്നുണ്ട്. അപ്പോഴേക്കും നീതുവിന്റെ അച്ഛനും അമ്മയും ഓട്ടോയിൽ നിന്ന് ഇറങ്ങിക്കൊണ്ട് നീതുവിന്റെ അച്ഛൻ ഭാസ്കരനെ നോക്കിക്കൊണ്ട് ഡാ ഭാസ്കര എന്ന് വിളിക്കുമ്പോൾ എന്താടാ ഓട്ടോക്കാര എന്ന് ഭാസ്കരനും ചോദിക്കുന്നുണ്ട്. മക്കൾ ശരിയല്ലെങ്കിലേ നാട്ടുകാർ വീട് കയറി ഇറങ്ങും എന്ന് നീതുവിന്റെ അച്ഛൻ പറയുമ്പോഴേക്കും എന്നിട്ട് ഇവിടെ വന്ന് ഇവരെ ശരിപ്പെടുത്തി കൂലി വാങ്ങിയിട്ട് പോവോ എന്ന് ഭാസ്കരനും ചോദിക്കാണ്. കൂലി ഞാൻ തന്നേക്കാം, ആദ്യം ഇറക്കി വിട് നിന്റെ സന്തതികളെ എന്നയാൾ ചോദിക്കുമ്പോഴേക്കും സുഭാഷും കൂട്ടരും അങ്ങോട്ട് എത്തുന്നുണ്ട്. എന്താ ചന്ദ്രേട്ടാ എന്താ കാര്യം എന്ന് സുഭാഷ് ചോദിക്കുമ്പോൾ നീ എന്നെ ഏട്ടാ ഒന്നും വിളിക്കേണ്ട, നിന്റെ അനിയനും എൻ്റെ മോളും തമ്മിൽ ചേരില്ല എന്ന് ഞാൻ നിന്നോട് അന്നേ പറഞ്ഞതാ, അതൊന്ന് പറഞ്ഞ് മനസ്സിലാക്കാൻ വേണ്ടിയാ എൻ്റെ മോനെ ഇങ്ങോട്ട് വന്നത്, എന്നിട്ട് അതിന് പകരം വീട്ടാൻ വേണ്ടി നിന്റെ അനിയന്മാരെ നീ അങ്ങോട്ട് വിട്ട് ഞങ്ങളെ ചീത്ത വിളിപ്പിക്കാണല്ലേ ചെയ്യുന്നത് എന്നയാൾ ചോദിക്കുമ്പോഴേക്കും ഞങ്ങളതിന് എന്ത് ചീത്തയാ പറഞ്ഞത്, ഉള്ള കാര്യമല്ലേ പറഞ്ഞുള്ളൂ, നിങ്ങളുടെ മകൻ ഇവിടെ വന്ന് ഏതോ രാജകുടുംബത്തിൽ നിന്ന് വരുന്ന പോലെയാണല്ലോ ഞങ്ങളെയും ഞങ്ങളുടെ വീടിനെയും പറ്റി കുറ്റം പറഞ്ഞത്, അതൊക്കെ കേട്ട് ഞങ്ങൾ ചുമ്മാതിരിക്കാന്നാണോ കരുതിയത്, ഈ വീടിനെ ഇത്രയും കുറ്റം പറഞ്ഞ സ്ഥിതിക്ക് ആ വീട് എങ്ങനെയുണ്ടെന്ന് ഒന്ന് ചെന്ന് നോക്കാമെന്ന് കരുതി, അതുകൊണ്ടാണ് അങ്ങോട്ട് ചെന്നത്, ചെന്ന് കയറിയപ്പോഴല്ലേ മനസ്സിലായത് ഇവിടുത്തെക്കാളും പരിതാപകരാണെന്നേ അവിടുത്തെ സ്ഥിതി എന്ന് സുധീഷ് പറയുമ്പോൾ ഞങ്ങളുടെ വീട് ഇത്തിരി ചെറുതാണെങ്കിലും ഞങ്ങൾ അന്തസ്സോടെ ജീവിക്കുന്നത് എന്ന് നീതുവിന്റെ അമ്മ പറയുമ്പോഴേക്കും ഞങ്ങൾ ഇവിടെ അന്തസ്സൊന്നും ഇല്ലാതെയല്ലേ ജീവിക്കുന്നത് എന്ന് ഭാസ്കരനും പറയുന്നുണ്ട്. അത് കേട്ട് നീതുവിന്റെ അച്ഛനും ഉണ്ടാ ലോറി എന്നെ കൊണ്ടൊന്നും ചെയ്യിക്കരുത് എന്ന് പറയുമ്പോൾ നീ എന്ത് ചെയ്യൂടാ എന്ന് പറഞ്ഞ് ഭാസ്കരനും അയാളുടെ നേർക്കടുക്കുന്നുണ്ട്. അപ്പോഴേക്കും സുഭാഷും അവർ രണ്ടുപേരെയും പിടിച്ചു മാറ്റാണ്. നിങ്ങൾ എന്തിനാ അവരുടെ വീട്ടിൽ പോയേ എന്ന് സുഭാഷ് ചോദിക്കുമ്പോൾ അത് ഞാൻ പറഞ്ഞില്ലേ സുഭാഷ് ഏട്ടാ, അവനിവിടെ വന്ന് ഇത്രയും പറഞ്ഞതല്ലേ, ചെന്നൊന്ന് വീട് കണ്ടേക്കാന്ന് കരുതി തീപ്പെട്ടിക്കൂട് പോലെയുള്ള ആ വീട്ടിലിരുന്നിട്ടാ അവനിവിടെ വന്ന് നമ്മളെ ഇത്രയും പറഞ്ഞത് എന്ന് സുഭാഷ് പറയുമ്പോൾ വീട് ചെറുതാണെങ്കിലേ ഞങ്ങൾക്ക് അന്തസ്സിന് ഒരു കുറവില്ല എന്ന് നീതുവിന്റെ അമ്മയും പറയുന്നുണ്ട്. ഓ പിന്നെ ഞങ്ങളിവിടെ അന്തസ്സൊന്നും ഇല്ലാതല്ലേ ജീവിക്കുന്നത് എന്ന് ഭാസ്കരൻ പറയുമ്പോൾ ഈ വീടിനെ പറ്റി നിങ്ങളെപ്പറ്റി നാട്ടുകാർ പറയുന്നത് പോലെയൊന്നും ഞങ്ങളെക്കുറിച്ച് ആരും പറയുന്നില്ല എന്ന് നീതുവിന്റെ അമ്മ പറയുമ്പോൾ നാട്ടുകാരുടെ സർട്ടിഫിക്കറ്റ് എനിക്കും എൻ്റെ മക്കൾക്ക് വേണ്ടെങ്കിലോ എന്ന് ഭാസ്കരനും ചോദിക്കുന്നുണ്ട്. അതും പറഞ്ഞ് ഭാസ്കരനും ചന്ദ്രനും അടിയാവുമ്പോഴേക്കും സുഭാഷും കൂട്ടരും വന്ന് അവരെ പിടിച്ചു മാറ്റുന്നുണ്ട്. ഇങ്ങനെ വഴക്കുണ്ടാക്കാതെ നിങ്ങൾ അവനെ പറഞ്ഞൊന്ന് മനസ്സിലാക്ക് എന്ന് നീതുവിന്റെ അമ്മ പറയുമ്പോൾ നിങ്ങൾ ചെന്ന് നിങ്ങളുടെ മകളെ ആദ്യം പറഞ്ഞു മനസ്സിലാക്ക് എന്ന് ഭാസ്കരനും പറയുന്നുണ്ട്. ശരിയാ, ഞങ്ങളുടെ മോള് അടങ്ങാതെ ഇരിക്കുകയെന്ന് ഞങ്ങൾക്കറിയാം, അവളെ എന്തു പറഞ്ഞ് മനസ്സിലാക്കണമെന്നും ഞങ്ങൾക്കറിയാം, അത് ഞങ്ങൾ ചെയ്തോളാം
ഇനി തന്റെ മോൻ എന്റെ മോളെ കാണാനും പാടില്ല, മിണ്ടാനും പാടില്ല എന്നവർ പറയുന്നത് കേട്ട് അതെ, ഞാൻ ഇതുവരെ അവളെ കാണാൻ അങ്ങോട്ട് ചെന്നിട്ടില്ല. അവൾ ഇങ്ങോട്ട് വന്നിട്ടേ ഉള്ളൂ. ഇനിയും അവൾ വന്നാൽ ഞാൻ സംസാരിക്കുകയും ചെയ്യും, കാണുകയും ചെയ്യും എന്ന് ഹരീഷ് പറയുമ്പോൾ അവൾ നിന്റെ അടുത്ത് വരാതെ ഞാൻ നോക്കിക്കോളാം. പക്ഷേ നീ ആയിട്ട് അങ്ങോട്ട് വരുമെന്ന് ഞാൻ ഒന്ന് നോക്കട്ടെ എന്ന് നീതുവിന്റെ അമ്മ പറയുമ്പോഴേക്കും നിങ്ങളുടെ വിലക്ക് ധിക്കരിച്ച് അവൾ ഇവന്റെ അടുത്തേക്ക് വന്നാൽ ഈശ്വരനാണ് സത്യമായിട്ടും ഇവരുടെ കല്യാണം ഞാനങ്ങ് നടത്തി കൊടുക്കും എന്ന് സുധീഷും പറയുന്നുണ്ട്. എന്നിട്ട് ഇവിടെ കൊണ്ടുവന്ന് താമസിപ്പിക്കുമായിരിക്കും എന്നവർ പറയുമ്പോൾ അതെ, എന്താ സംശയം എന്ന് ഭാസ്കരനും ചോദിക്കുന്നുണ്ട്. അതിന് ഈ വീട്ടിൽ പെണ്ണ് വാഴുവോ, പെണ്ണുങ്ങൾക്ക് താമസിക്കാൻ പറ്റിയ വീടാണോ ഇത് എന്നൊക്കെ അവർ പറയുമ്പോൾ എന്നിട്ട് എൻ്റെ മകൻ സുധീഷും ഒരു പെൺകുട്ടിയല്ലേ ഇങ്ങോട്ട് കല്യാണം കഴിച്ചു കൊണ്ടുവന്നത്, അവൾ ഇവിടെ താമസിക്കുന്നില്ലേ? ഇവരുടെ കല്യാണം കഴിഞ്ഞന്ന് രാത്രി ഞങ്ങളെ കുറ്റം പറയുന്ന നാട്ടുകാർക്ക് മുഴുവൻ ഒരു ബിരിയാണി സദ്യ കൊടുത്തിരുന്നു. അത് വന്ന് കഴിക്കുമ്പോൾ ഈ വീടിന് കുറ്റമൊന്നും കണ്ടില്ലേ എന്ന് ഭാസ്കരൻ ചോദിക്കുമ്പോൾ അതിനാര് കഴിച്ചു? നിങ്ങളുടെ മകൻ കൊള്ളാവുന്ന വീട്ടിൽ നിന്ന് ഒരു പെണ്ണിനെ കൊണ്ടുവന്നെന്ന് കേട്ടു. അപ്പോൾ ആ ഭാഗ്യദോഷി ആരാണെന്ന് കാണാലോ എന്ന് കരുതി വന്നതാ. അല്ലാതെ ആർക്ക് വേണം നിങ്ങളുടെ ബിരിയാണി സദ്യ? അറിഞ്ഞുകൊണ്ടാരും ഈ വീട്ടിലേക്ക് ഒരു പെണ്ണിനെ തരില്ല. അതുകൊണ്ട് ചേട്ടന്റെ പാത തന്നെ അനിയനും തുടരാനാണെങ്കിൽ അതിന് എന്റെ മോളെ കിട്ടില്ല എന്നാ ഞാൻ പറഞ്ഞത് എന്നവർ ഉറപ്പിച്ച് പറയുമ്പോഴേക്കും ഭാസ്കരനും ചന്ദ്രനും ഒന്ന് രണ്ടും പറഞ്ഞ് വീണ്ടും അടിയാവുന്നുണ്ട്. അത്രയും നേരം ടെൻഷനോടെ അവരുടെ വഴക്കൊക്കെ നോക്കി നിൽക്കായിരുന്ന നിധിയും പെട്ടെന്ന് അങ്ങോട്ട് ഇറങ്ങിച്ചെന്ന് അവരോട് വഴക്കോടിക്കൊണ്ടിരിക്കുന്ന സുധീഷിനെ പിടിച്ചു വലിച്ച് അകത്തേക്ക് പോകുന്നുണ്ട്. അവൾ അകത്തേക്ക് ചെന്ന് സുധീഷ് താലി എവിടെയാ വച്ചേ എന്ന് ചോദിക്കുമ്പോൾ അകത്തിരിപ്പുണ്ട് എന്നവനും പറയുന്നുണ്ട്. എന്നാ പോയി പെട്ടെന്ന് എടുത്തിട്ട് വാ എന്നവൾ പറയുമ്പോൾ അവനും ആദ്യം ഒരു സംശയത്തോടെ നിൽക്കാണ്. പെട്ടെന്ന് ചെന്ന് എടുത്തിട്ട് വാ എന്ന് പറഞ്ഞ് അവനെ റൂമിലേക്ക് പറഞ്ഞു വിടുന്നുണ്ട് നിധി. അവൻ പെട്ടെന്ന് അകത്തേക്ക് ചെന്ന് ഒരു പെട്ടിയെടുത്ത് അങ്ങോട്ട് വരുന്നുണ്ട്. ഇതെന്താ ഇത്രയൊക്കെ ബോക്സിൽ എന്നവൾ ചോദിക്കുമ്പോൾ അത് നിധിയുടെ താലിയല്ലേ, സൂക്ഷിച്ചു വയ്ക്കണ്ടേ, അതുകൊണ്ട് ഇങ്ങനെ എടുത്തു വച്ചതാ എന്ന് സുധീഷ് പറയുന്നുണ്ട്. നിധിയും പെട്ടെന്ന് ആ താലി വാങ്ങി കഴുത്തിലേക്ക് ഇടുന്നത് കണ്ട് സുധീഷ് സന്തോഷത്തോടെ അവളെ തന്നെ നോക്കി നിൽക്കാണ്. അവള് പെട്ടെന്ന് പുറത്തേക്ക് ഇറങ്ങിച്ചെന്ന് അപ്പോഴേക്കും അവിടെ വഴക്ക് കൂടിക്കൊണ്ടിരിക്കുകയാണ് ഭാസ്കരനും ചന്ദ്രനും നീതുവിന്റെ അമ്മയും ഒക്കെ. നിധി അവരുടെ അടുത്തേക്ക് ചെന്ന് ഒന്ന് നിർത്താനാ പറഞ്ഞേ എന്ന് നിധി പറയുന്നത് കേട്ട് അവർ പെട്ടെന്ന് മിണ്ടാതെ നിൽക്കുന്നുണ്ട്. എന്താ നിങ്ങളുടെ ഉദ്ദേശം എന്നവൾ ദേഷ്യത്തോടെ ചോദിക്കുമ്പോൾ വേണ്ട മോളെ, മോളകത്തേക്ക് ചെല്ലേ എന്ന് സുഭാഷും പറയുന്നുണ്ട്. അല്ല സുഭാഷ് ഏട്ടാ, ഇത്രയും നേരം നിങ്ങളൊക്കെ സംസാരിച്ചില്ലേ, ഇനി ഞാൻ സംസാരിക്കട്ടെ. എന്താ നിങ്ങളുടെ പ്രശ്നം? ഒരു പെണ്ണിവിടെ വാഴില്ലെന്ന നാട്ടുകാരുടെ പ്രശ്നം. എന്നിട്ട് ഞാൻ ഇവിടെയല്ലേ ജീവിക്കുന്നേ? സുധീഷിനെ കല്യാണം കഴിച്ച് ഞാൻ ഇങ്ങോട്ട് വന്നിട്ട് 4-5 മാസമായില്ലേ, എന്നിട്ട് ഞാനിവിടെ സന്തോഷമായിട്ടല്ലേ ജീവിക്കുന്നേ എന്ന് നിധി ചോദിക്കുന്നത് കേട്ട് സുധീഷും നികേഷും സന്തോഷത്തോടെ ചിരിക്കുന്നുണ്ട്. ഭാസ്കരനും സുഭാഷും അമ്പരപ്പോടെ അവളെ തന്നെ നോക്കി നിൽക്കാണ്. ഞാനിവിടെ വന്നപ്പോഴും നിങ്ങളുടെ നാട്ടുകാരൊക്കെ എന്തൊക്കെയാ പറഞ്ഞേ, ഇതിവിടെ സഹിക്കില്ല, വന്ന വഴി തന്നെ തിരിച്ച് ഓടിപ്പൊക്കോളും എന്നൊക്കെയല്ലേ, എന്നിട്ട് ഇവിടെ ഞാൻ ജീവിക്കുന്നില്ലേ? ഈ വീട്ടുകാരി എന്നെ എന്തെങ്കിലും ചെയ്തോ, എനിക്ക് എന്തെങ്കിലും കുഴപ്പമുണ്ടായോ എന്നൊക്കെ നിധി ചോദിക്കുമ്പോൾ അഭിമാനത്തോടെയും സന്തോഷത്തോടെയും നിധിയെ നോക്കി നിൽക്കുന്ന അച്ഛനെ കാണിച്ചുകൊണ്ടാണ് ഇന്നത്തെ എപ്പിസോഡ് അവസാനിക്കുന്നത്. ഈ കിളിക്കൂടിന്റെ ബാക്കി വിശേഷങ്ങൾ